ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് മിക്കവരും എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലോഷനെ കുറിച്ചിട്ടാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ലാക്ടോ കലാമിനെ കുറിച്ചിട്ടാണ്. ലാക്ടോ കലാമിൻ എന്ന് പറഞ്ഞാൽ പല മെത്തേഡ്സിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലോഷനാണ്. അതെനിക്ക് തോന്നുന്നു മിക്കവർക്കും ഇത് അറിയത്തില്ലായിരിക്കും. സോ ലാക്ടോ കലാമിൻ എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാം, എന്ത് ട്രീറ്റ് ചെയ്യാൻ ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കണം, ഇത് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്ട്സ്, ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പാടില്ല, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. ലാക്ടോ കലാമിൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കയോലിനും അതുപോലെ തന്നെ സിങ്ക് ഓക്സൈഡും ആണ്. കയോലിൻ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മിനറൽ ആണ്. ഇത് മെയിൻലി സിങ്ക് ഓക്സൈഡിൽ നിന്നും അയൺ ഓക്സൈഡിൽ നിന്നുമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ഒരു അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറിലുള്ള ഒന്നാണ്. ഈ ഒരു റെഡ് കളറിലുള്ള അയൺ ഓക്സൈഡിലേക്ക് പ്യുവർ ആയിട്ടുള്ള നല്ല വൈറ്റ് കളറിലുള്ള സിങ്ക് ഓക്സൈഡ് മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിന് ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള ആ ഒരു പിങ്ക് കളർ കിട്ടുന്നത്. സോ ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ്? ലാക്ടോ കലാമിൻ എന്തിനാണ് സത്യത്തിൽ ഉപയോഗിക്കുന്നത്? സോ ലാക്ടോ കലാമിൻ നമുക്ക് മെയിൻലി ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് സിങ്ക് ഓക്സൈഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിങ്ക് ഓക്സൈഡ് നമ്മുടെ സ്കിന്നിൽ വരുന്ന എക്സസ് ആയിട്ടുള്ള സെബം പ്രൊഡക്ഷനെ കുറയ്ക്കും. അതായത് എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനെ കുറയ്ക്കും. ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ആക്നീസ്, പിമ്പിൾസിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ലാക്ടോ കലാമിൻ ഹെൽപ്പ് ചെയ്യും. ഒരു അസ്ട്രിഞ്ചന്റ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പസ് ഫില്ല് ചെയ്തേക്കുന്ന പിമ്പിൾസ് ഒക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് അതിനെ റിഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ പെട്ടെന്ന് അതിനെ ഒന്ന് ചുങ്ങിപ്പിക്കാനോ ഒക്കെ ഈ ഒരു ലാക്ടോ കലാമിൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നമുക്ക് സൺബേൺസ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സൺബേൺസ്, സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിന് നല്ലൊരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഒക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാനും നമുക്ക് ലാക്ടോ കലാമിൻ യൂസ് ചെയ്യാവുന്നതാണ്. സോ അതുപോലെ തന്നെ കോമൺലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് ഇടുമ്പോൾ നല്ലൊരു മാറ്റ് ലുക്കാണ് കിട്ടുന്നത്. അതായത് ഇത് ഇടുമ്പോൾ ഒരു ഓയിലി ഫീൽ ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ബ്രൈറ്റൻ ഫീൽ കിട്ടണമെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ലാക്ടോ കലാമിൻ എന്ന് പറയാം. ഇത് ഇടുമ്പോൾ ഒരു ബ്രൈറ്റൻ ഫീൽ കിട്ടും. കാരണം ഇതിനൊരു ലൈറ്റ് പിങ്ക് കളറാണ്. സോ കുറച്ചൊരു ബ്രൈറ്റൻ ലുക്ക് ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ലാക്ടോ കലാമിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് പ്രൈമർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് മേക്കപ്പിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഒരു പ്രൈമർ എന്ന രീതിയിൽ നമുക്ക് ലാക്ടോ കലാമിൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിത് ഡെയിലി ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ സ്കിന്നിൽ വരുന്ന സൺ ടാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ലാക്ടോ കലാമിൻ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒന്ന് തന്നെയാണ് ലാക്ടോ കലാമിൻ. സോ ഇത് എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാം, ഏത് രീതിയിലാണ് ഈ ഒരു കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇത് നിങ്ങൾ ലാക്ടോ കലാമിൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാക്ടോ കലാമിൻ എന്ന് പറഞ്ഞാൽ പല ഫോംസിലുണ്ട്. അതായത് ഇത് പല സ്കിൻ ടൈപ്പിനും പലതാണ് ഉള്ളത്. അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് മാത്രം വാങ്ങാനായിട്ട് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ട്രൈ ടു നോർമൽ സ്കിന്നിന് വേണ്ടിയുള്ള ടൈപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഈ ഒരു ഗ്രീൻ ബോട്ടിൽ വരുന്ന ഇതാണ് ട്രൈ ടു നോർമൽ സ്കിന്നിന് വരുന്നത്. സോ ഇങ്ങനെ പല ടൈപ്പിലുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രം വാങ്ങാനായിട്ട് നോക്കാം. സോ ലാക്ടോ കലാമിൻ എന്ന് പറഞ്ഞാൽ ആക്നീസ്, പിമ്പിൾസ് ട്രീറ്റ് ചെയ്യാനായിട്ട് വളരെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരിക്കലും നമുക്ക് സിവിയർ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ ഈ ഒരു ലോഷൻ മാത്രം ഹെൽപ്പ് ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കലാമിൻ ലോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടീഷൻ്റെ സിംറ്റംസിനെ റിഡ്യൂസ് ചെയ്യാനായിട്ടാണ് മെയിൻലി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. സോ സിവിയർ ആയിട്ടുള്ള ആക്നീസും പിമ്പിൾസും ഒക്കെ ആണെങ്കിൽ ഇത് മാത്രം ഉപയോഗിച്ചത് കൊണ്ട് റിസൾട്ട് കിട്ടണമെന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ വന്നു പോകുന്ന ടൈപ്പ്, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ടൈപ്പിലുള്ള ആക്നീസും പിമ്പിൾസും ഒക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്താൽ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതിന് നമുക്കിത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആയിട്ട് ആക്നീസ്, പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്നീസ് മൈൽഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ആക്നീസും പിമ്പിൾസും ഒക്കെ കുറയ്ക്കാനായിട്ട് വരാതിരിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ലാക്ടോ കലാമിൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ആക്നീസും പിമ്പിൾസും റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ സ്കിന്നിന് ഇത് ഡ്രൈ ഔട്ട് ആക്കുന്നത് കൂട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അത് ഏത് ടൈപ്പിലെ ലാക്ടോ കലാമിൻ ആയാലും നിങ്ങളുടെ സ്കിന്നിനെ അത് ഡ്രൈ ആക്കുന്ന കൂട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്ത ഈ ഒരു ട്രൈ ടു നോർമൽ സ്കിന്നിലുള്ള ലാക്ടോ കലാമിൻ ആയിട്ട് പോലും എനിക്കിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഫേസിനെ ഡ്രൈ ആക്കുന്ന കൂട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഇതിനകത്ത് കയോലിനും സിങ്ക് ഓക്സൈഡും ആണ്. അതുകൊണ്ട് തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ ഇത് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിനെ ഇത് ഡ്രൈ ഔട്ട് ആക്കാം. അതാണ് മെയിൻലി ഡ്രൈ സ്കിന്നിന് വരുന്ന ഒരു പ്രശ്നം. ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ,
ഒരിക്കലും ഡ്രൈ സ്കിന്നുകാർ ഓവർ നൈറ്റിൽ ലാക്ടോകലാമിൻ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതായത് നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ് ലാക്ടോകലാമിൻ മോയ്സ്ചറൈസർ പോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ മോർണിംഗിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ഔട്ട് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മെയിൻലി വിന്റർ സീസണിലൊക്കെ ഒരിക്കലും ഈ ഒരു ലാക്ടോകലാമിൻ മാത്രമായിട്ട് നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ പോലെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അത് ഏത് ടൈപ്പിലുള്ള ലാക്ടോകലാമിനാണ് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത്, അതായത് നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ ട്രൈ ടു നോർമൽ സ്കിന്നുള്ള ഇതുപോലത്തെ ലാക്ടോകലാമിൻ ആണ് വാങ്ങി ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇത് നൈറ്റിൽ ഉപയോഗിക്കാത്തതായിരിക്കും നല്ലത്. കാരണം നൈറ്റിൽ എപ്പോഴും നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഹൈഡ്രേഷൻ കൊടുക്കുന്ന ഒരു ലോഷൻ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നമ്മുടെ സ്കിന്നിനെ ഏജിങ് സൈൻസ് കുറയ്ക്കാനും സ്കിന്നിനെ ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കാനും ഒക്കെ അതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ നൈറ്റിൽ നിങ്ങൾ കലാമിൻ ലോഷൻ അല്ലെങ്കിൽ ലാക്ടോകലാമിൻ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഡേ ടൈമിൽ ഈ ഒരു ഡ്രൈ സ്കിന്നിനായാലും ലാക്ടോകലാമിൻ നമുക്ക് ഉപയോഗിക്കാം. സോ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമലി ലാക്ടോകലാമിൻ മാത്രം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഡ്രൈ ആവുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടി മോയ്സ്ചറൈസർ ഡെയിലി ബേസിസിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നിന് വരുന്ന ലാക്ടോകലാമിൽ മെയിൻലി അലോവറയും ഗ്ലിസറിനും ഒലിവ് ഓയിലും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ തരുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസറുമായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലിസറിൻ, ഇത് ഓൾറെഡി ഗ്ലിസറിൻ ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് ഗ്ലിസറിനുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ലാക്ടോകലാമിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ലാക്ടോകലാമിനും ഗ്ലിസറിനും മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്ന. മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ലാക്ടോകലാമിനിൽ ഓൾറെഡി ഗ്ലിസറിൻ ഉണ്ട്, ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എക്സ്ട്രാ ഗ്ലിസറിൻ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടും നല്ലതാണ്, കാരണം നിങ്ങളുടെ ഫേസിനെ അത് ഡ്രൈ ആക്കാനുള്ള ചാൻസ് കുറയ്ക്കും. രണ്ടാമത്തെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാക്ടോകലാമിൻ ആക്നീസ് പിമ്പിൾസ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ബെസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലാക്ടോകലാമിൻ ഡയറക്ട്ലി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫേസ് മാസ്ക് പോലെ വേണമെങ്കിൽ ലാക്ടോകലാമിൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അത് പലർക്കും അറിയത്തില്ലായിരിക്കും. കാരണം ലാക്ടോകലാമിൻ ഞാൻ പറഞ്ഞുകൊണ്ട് കയോലിൻ സിങ്ക് ഓക്സൈഡ് ഉണ്ട്. കയോലിൻ എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ നമ്മുടെ സ്കിൻ കെയറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് ഈ ഒരു കയോലിൻ എന്ന് പറയുന്നത്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കയോലിൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രൈ സ്കിന്നിന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇങ്ങനത്തെ ലാക്ടോകലാമിൻ യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേസ് മാസ്ക് പോലെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് സ്കിന്നിൽ യൂസ് ചെയ്യാവുന്നതാണ്. ലാക്ടോകലാമിൻ കുറച്ചെടുക്കുക, അതിൻ്റെ അകത്തേക്ക് അലോവറ ജ്യൂസ് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ആയിരിക്കും. സോ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് അലോവറ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10-20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഒരു അലോവറയുടെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അലോവറ എന്ന് പറഞ്ഞാൽ മൈൽഡായിട്ട് നമ്മുടെ ഫേസിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇങ്ങനത്തെ പിമ്പിൾസ് ആക്നീസ് റെഡ്യൂസ് ചെയ്യാനും അലോവറയും ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ അകത്ത് കയോലിൻ ഉള്ളതുകൊണ്ട് കയോലിനും ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ആക്നീസ് പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാനും ആക്നീസ് പിമ്പിൾസ് വരാതിരിക്കാനും ഈ ഒരു മെത്തേഡിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് നമ്മുടെ ഫേസിന് ഇറിറ്റേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ സ്കിന്നിൽ നല്ല ഇറിറ്റേഷൻസ്, സ്കിന്നിന് ചൊറിച്ചിൽ, അലർജീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് വേണമെങ്കിൽ കലാമിൻ ലോഷനോ അല്ലെങ്കിൽ ലാക്ടോകലാമിനോ ഒക്കെ നമുക്ക് ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാക്ടോകലാമിനിലേക്ക് കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഫേസിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലൊരു സൂത്തിങ് എഫക്റ്റ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു കലാമിൻ ലോഷന് നല്ലൊരു കൂളിംഗ് ആൻഡ് സൂത്തിങ് എഫക്റ്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇറിറ്റേഷനും അലർജീസും ഒക്കെ കുറയ്ക്കാനും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. ഇനി എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ സൺ ടാൻ. അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലാക്ടോകലാമിൻ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും? ലാക്ടോകലാമിൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മാസ്ക് പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ് ഈ ഒരു ലാക്ടോകലാമിൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ലാക്ടോകലാമിൻ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് ടർമറിക് അല്ലെങ്കിൽ മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫേസിൽ ഇത് ഒരു മാസ്ക് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റിനൊക്കെ ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിനെ ഡ്രൈ ആക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്ലിസറിനും കൂടി ആഡ് ചെയ്തത് നല്ലതായിരിക്കും. സോ ഇത് ഡ്രൈ സ്കിന്നിനായാലും വളരെ ബെസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് ആണ് ഈ ഒരു മാസ്ക്. സൺ ടാനും പിഗ്മെന്റേഷനും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഒരു 2 ആഴ്ചയൊക്കെ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. സോ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ലാക്ടോകലാമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ഓയിലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലിൻ്റെ കൂടെയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ അതും നന്നായിട്ട് നമ്മുടെ ഫേസിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും നല്ല ഫേസിനെ ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കാനും ഒക്കെ ആ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും.
ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ലാക്ടോകലാമിൽ അങ്ങനെ വലിയ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. ഇത് മിക്കവർക്കും സ്യൂട്ട് ആവുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്കാണ് കുറച്ച് ഫേസിന് ഇത് ഡ്രൈ ആക്കുന്ന ആ ഒരു പ്രശ്നം വരുന്നത്. അത് ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ്സ് ഏതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഓവർ നൈറ്റിൽ ലാക്ടോകലാമിൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഡ്രൈ സ്കിന്നുകാർ. സോ ലാക്ടോകലാമിൻ എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിളും ആണ്, മിക്ക സ്ഥലങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഏതെങ്കിലും ഒരു മെത്തേഡ്സ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. എന്തായാലും ഇതൊരു 3 ആഴ്ച 4 ആഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് അറിയുന്ന ഒരു ലോഷൻ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.